ഭയങ്കര എന്താ പറയാ തളർന്നു ഞാൻ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രണയ വിവാഹമായിരുന്നു നിങ്ങൾ രണ്ടുപേര്. അതെ, എങ്ങനെയായിരുന്നു ആദ്യം കണ്ടുമുട്ടിയ ഒരു സന്ദർഭം എന്ന് പറയാമോ? ഇരിക്കുകയാണ്, എന്ത് തോന്നുന്നു? ഇപ്പം വിശക്കുന്നു, അതാണ് തോന്നുന്നത്. കുറെ നിന്നു ഇത്ര നേരം. സോ വി ആർ സോ ഹാപ്പി. കാരണം എല്ലാം ക്ലോസ് ആക്കി എല്ലാവരും വന്നു, എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. സോ നല്ല നമുക്ക് ഇത് ഭയങ്കര വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ക്ലോസ് ആക്കി മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നതും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. സോ അതിന് സന്തോഷമായിരുന്നു ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഇതിന് വിഷം പറഞ്ഞില്ല. എല്ലാവരും പോയപ്പോൾ ഇത് വിഷം പറഞ്ഞിരുന്നു. ഇപ്പൊ ഇനി കഴിക്കാൻ പോകണം. അത് നീ പറഞ്ഞു. അല്ല, വലിയ ടെൻഷൻ, സ്വാഭാവികമായിട്ടും ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഫൈനലി ഒടുവിൽ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന കല്യാണം നടന്നിരിക്കുകയാണ്. ഇന്നു മുതൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണ്. അപ്പോ ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ജീവിതം ആസ്വദിക്കാൻ പോകുന്നത്, എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കുറെ നല്ല സർപ്രൈസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ വന്നു, ദിലീപ് ഏട്ടൻ വന്നു, ശ്വേതാജി വന്നു, അനുശ്രീ, മഞ്ജു ചേച്ചി, രചന ചേച്ചി, ദേവി, അപ്പോ സരയു, എല്ലാവരും കൂടി ആഘോഷമാക്കിയപ്പോഴേ ഞാൻ ഇമോഷണലി ഭയങ്കര എന്താ പറയാ തളർന്നു ഞാൻ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രണയ വിവാഹമായിരുന്നു നിങ്ങൾ രണ്ടുപേര്. അതെ, എങ്ങനെയായിരുന്നു ആദ്യം കണ്ടുമുട്ടിയ ഒരു സന്ദർഭം എന്ന് പറയാമോ? അത് പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ, കാരണം വലിയ കഥയാണ്. 2 വർഷത്തെ കഥയാണ്. 2 വർഷത്തെ കഥയാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതാണ്. മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ സീരിയലില് അഭിനയിച്ചു. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഗ്രാജുവലി ഫ്രണ്ട്ഷിപ്പായി, അത് ഇഷ്ടമായി. അങ്ങനെ അത് വളരെ ഓർഗാനിക് ആയിട്ടൊരു കല്യാണത്തിലേക്ക് എത്തി. ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പം മനം പോലെ മംഗല്യം ആയി. വിവാഹം എവിടെ ചേട്ടായിരുന്നു? വിവാഹം എവിടെ വെച്ചിട്ടായിരുന്നു? താലി കെട്ടായിരുന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സീക്രട്ട് ആക്കിയത് മാത്രമേ വിവാഹം. എല്ലാവിധ ആശംസകളും. നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ? നമ്മളൊന്ന് കഴിച്ചോട്ടെ പ്ലീസ്.